മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ 4 പ്രതികൾ പിടിയിലായിരിക്കുകയാണ്. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയവെയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. എതിരായി വാർത്ത കൊടുത്തതിന്റെ പേരിൽ മാത്യൂസ് കൊല്ലപ്പള്ളി എന്നയാളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വച്ച് വാഹനം തടഞ്ഞായിരുന്നു ആക്രമണം. ഷാജൻ സ്കറിയയ്ക്ക് നേരെ നടന്ന വധശ്രമത്തെ നീതിബോധം ഉള്ളവരെല്ലാം അപലപിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയുടെ ഒത്താശയോടെ നടന്ന ആക്രമണം പൊതുസമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് രാത്രി 8 മണിക്ക് ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുന്നത്. പട്ടാപ്പകൽ വധശ്രമമോ എന്ന ചോദ്യമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഉന്നയിക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഷാജൻ സ്കറിയെ തൊടുപുഴ മങ്ങാട്ടുകവരയിൽ വെച്ച് 5-അംഗ സംഘം ആക്രമിച്ചത്. ഷാജൻ സ്കറിയ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ ധാറടിച്ച ശേഷമായിരുന്നു അതിക്രമം. കണ്ടാലറിയാവുന്ന ആളുകളെന്നും CPM പ്രവർത്തകരെന്നും ഷാജൻ സ്കറിയ മൊഴി നൽകിയിരുന്നു. പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത്. ഷാജൻ സ്കറിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു.